ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ആദ്യമേ തന്നെ ചോദിക്കട്ടെ, നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സ് കാണുന്ന എല്ലാവരും സേഫാണെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ട് നിങ്ങളുടെ അവിടെ മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയാണ്. അപ്പോൾ നമുക്ക് 2 ദിവസമായിട്ട് സ്കൂളും ട്യൂഷനൊക്കെ അവധിയാണ്. ഇവിടെ മഴയുണ്ട് നല്ല രീതിക്ക്. പക്ഷേ പല ഏരിയാസിലാണ് പ്രശ്നമുള്ളൂ. നമ്മുടെ ഏരിയ ദൈവം അനുഗ്രഹിച്ച് സേഫാണ് ഇതുവരെ. അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടികൾക്കായിട്ടുള്ള അവധി ദിവസത്തെ റുട്ടീൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് നോക്കണേ. അതായത് നമുക്ക് അത്യാവശ്യം ഫ്രീ ടൈമും അതുപോലെ തന്നെ പഠിക്കാനുള്ളതും എല്ലാം കൂടി മാനേജ് ചെയ്യുന്ന ഒരു റുട്ടീൻ. അപ്പോൾ അന്നത്തെ ദിവസമാണെങ്കിൽ രാവിലെ ഇസയാണെങ്കിൽ ഇപ്പോൾ 10th ട്യൂഷനും ക്ലാസ്സും ഒക്കെ എല്ലാ ദിവസവും ഉണ്ട്. സാറ്റർഡേ ഉണ്ട്. ആകെ സൺഡേ ക്ലാസ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. ഒരു ദിവസം പോലും ലേറ്റായിട്ട് എഴുന്നേൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ട്യൂഷനും ക്ലാസ്സും ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു 8 മണി കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റുണ്ടായിരുന്നത്. പിന്നെ റോസും ആണെങ്കിൽ എല്ലാ ദിവസവും എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഈ TV നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ എക്സസൈസൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇസയോട് പറഞ്ഞു എൻ്റെ കൂടെ വായോ ഞാൻ ചെയ്യുന്നതിൻ്റെ പോലെയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇസ ഇതൊന്നും ചെയ്യാറൊന്നുമില്ല എല്ലാ ദിവസവും, കാരണം നേരമൊന്നുമില്ല അതൊന്നും ചെയ്യാനായിട്ട്. അപ്പോൾ അവർ എക്സസൈസൊക്കെ ചെയ്യട്ടെ. ആ നേരം കൊണ്ടൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് പറയാനായിട്ടായിരുന്നു. നമ്മുടെ കുട്ടികൾക്കായിട്ടും ടീനേജേഴ്സിനായിട്ടും സ്റ്റുഡൻസ് കണ്ടൻറ്റുകളൊക്കെ നമ്മളിനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സെക്കൻഡ് ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇസ റോസ് വേൾഡ് ബൈ മലയാളി മോം. ആ ഒരു ചാനലിലായിരിക്കും ഇതുപോലെയുള്ള എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതുവരെ നമ്മൾ കുറേ വീഡിയോകൾ ചെയ്തിട്ടിട്ടുണ്ട്. കുറേ പേര് അത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതാണ്. കാരണം ഇതിൽ ഞാൻ ഇനി മുതൽ ഇങ്ങനത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യില്ല. പക്ഷെ ഒന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിൽ ഞാൻ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യാം, അതിലെ കണ്ടൻറ്റുകൾ കണ്ടു നോക്കാം. ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻസിലും പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ എക്സസൈസൊക്കെ കഴിഞ്ഞ് സമയം ഇപ്പോൾ 8:30 മണിയായി. അവർ രണ്ടുപേരും പറഞ്ഞു നമുക്ക് പ്ലാനറിലൊക്കെ എഴുതി വെച്ചിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാം പ്രൊഡക്റ്റീവായിട്ടെന്നൊക്കെ. ഇതെല്ലാസും ചെയ്യണതൊന്നല്ല. അന്നത്തെ ദിവസം എന്തോ രണ്ടുപേരും വളരെ സഹകരണത്തോടു കൂടി ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ചില ദിവസം തല്ലൂട്ടൊക്കെ ആയിരിക്കും, ചില ദിവസം ഇങ്ങനെ നന്നായിട്ടൊക്കെ ചെയ്യും. അന്നത്തെ ദിവസം ഇതൊക്കെ തുടക്കത്തിൽ അതായത് വൈകുന്നേരം വരെ തല്ലുകൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തല്ലുകൂട്ടെന്ന് വെച്ചാൽ ഒന്നുമില്ല, വാക്ക് തർക്കമാണ് പലപ്പോഴും. ഓരോ കാര്യങ്ങൾക്ക് അവർക്ക് അഭിപ്രായ വ്യത്യാസം വരും, അപ്പോൾ തല്ലുകൂട്ടാവും. പക്ഷെ അന്ന് വൈകുന്നേരം ഉറങ്ങാൻ നേരമായപ്പോഴാണ് അടി കൂടിയത്. അതുവരെ എല്ലാം പറഞ്ഞ പോലെ കറക്റ്റായിട്ട് രണ്ടുപേരും ചെയ്തു കേട്ടോ. അപ്പോൾ പ്ലാനറിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് ഫ്രീ ടൈമിൽ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച് കളറൊക്കെ ചെയ്ത് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് അങ്ങനെയൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാം വരുന്നതുകൊണ്ട് തന്നെ ഇസയ്ക്കാണെങ്കിൽ കുറേ പഠിക്കാനുണ്ട്, റോസുവിനും പഠിക്കാനുണ്ട്. ഇസയുടെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്, എന്നാലും പഠിച്ചൊക്കെ വെക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം പഠിക്കാനും എന്നും വിചാരിച്ചു. മുടക്ക് ദിവസം സാധാരണ അങ്ങനെ കുറേ പഠിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമല്ല. പക്ഷേ ഇത് പരീക്ഷ വരണ കാരണം കുറേ പോർഷൻസ് ഉള്ളതുകൊണ്ട് പഠിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ രണ്ടുപേരുടെയും പ്ലാനർ ബുക്ക് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവർ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് പുട്ടും പഴമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ സംസാരിച്ചൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇത്തിരി നേരം എല്ലാവരും സംസാരിച്ചൊക്കെ കഴിഞ്ഞ് പ്ലേറ്റും കാര്യങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് ഇന്ന് ഞാനൊരു പണി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് അവരുടെ റൂം ഒന്ന് വൃത്തിയാക്കണമെന്ന്. അപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് അത്. കാരണം ക്ലാസ് ഉള്ള ദിവസമൊന്നും നേരമൊന്നുമില്ല. മിക്കവാറും അവരുടെ ഡ്രസ്സുകളായിരിക്കും, അതായത് നമ്മൾ വാഷ് ചെയ്ത് കൊണ്ടുവരുന്ന ഡ്രസ്സ് ഇങ്ങനെ കസാരമേ അവർ കൂട്ടി വയ്ക്കും കേട്ടോ. അന്ന് മടക്കാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില ദിവസം അധികം കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കുമ്പോൾ വേഗം എല്ലാം കൂടി മടക്കി എല്ലാ അൽമാരയും വെക്കും കേട്ടോ. ചിലപ്പോൾ അതിങ്ങനെ വെച്ച് ശനിയാഴ്ച ആകുമ്പോഴാവും എല്ലാം കൂടി മടക്കി വൃത്തിയാക്കി അൽമാരിലൊക്കെ വെക്കാം. അപ്പോൾ ഇന്ന് എന്തായാലും മൊത്തത്തിൽ കുറേ പണിയുണ്ടായിരുന്നു. ഡ്രസ്സെല്ലാം മടക്കി ഷെൽഫിൽ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവരുടെ ബുക്ക് ഷെൽഫെല്ലാം ഒതുക്കി, സ്റ്റഡി ടേബിൾ മൊത്തത്തിലൊക്കെ ഒന്ന് ഒതുക്കിയിട്ടു. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും പറ്റാവുന്നതും ഒരു ദിവസം ആഴ്ചയിൽ സെലക്ട് ചെയ്തിട്ട് റൂം ഒന്ന് വൃത്തിയാക്കിയിടുക. ആ വൃത്തിയായിട്ട് റൂമിലിരുന്ന് പഠിക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ്. അത് ഇവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ റൂം വൃത്തിയാക്കി കഴിഞ്ഞാൽ. പക്ഷേ എന്താ പറയുക, ചില ദിവസം ഒരു മടിയാണെന്ന് പറയില്ലേ. അങ്ങനെ തലമുടിയുമ്പോൾ കുറച്ച് അത്യാവശ്യത്തിൽ കൂടുതൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്യണത് അവധി ദിവസമാണ്. ക്ലാസ്സുള്ള ദിവസമൊക്കെ അവർ തന്നെ കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് വയ്ക്കും, എന്നിട്ട് പോകും. അവധി ദിവസം കിട്ടുമ്പോൾ ഞാൻ കുറച്ച് ഓയിലൊക്കെ എടുത്തിട്ട് ഒന്ന് ഓയിൽ മസാജൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ഡാൻഡ്രഫോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് പോവും, ഡ്രൈ ആയിട്ട് മുടിയൊക്കെ ഒന്ന് കുറയും. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ദിവസം നമുക്ക് ഈ ഒരു കാര്യം എന്തെങ്കിലുമൊക്കെ കുറച്ച് ചെയ്യാം, കുറച്ച് സെൽഫ് കെയർ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് അവർ ഇന്ന് ഇടാനുള്ള ഔട്ട്ഫിറ്റൊക്കെ സെറ്റാക്കി വെച്ചു. അവരിടുന്നത് ഈ ഒരു ബ്ലാക്ക് കളർ ഔട്ട്ഫിറ്റാണ്. രണ്ടുപേരും മാച്ചിനൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. സാധാരണ അങ്ങനെയൊന്നും ഇടാറില്ല, ഇന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാച്ചിനൊക്കെ ചെയ്യണതാണ്. അങ്ങനെ അവർ ഫ്രഷായിട്ട് വരുന്ന നേരം കൊണ്ട് ഞാൻ റൂമിലെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. കാരണം ഇനി അവർ വന്നിട്ട് ഇത് ചെയ്യാനുള്ള നേരമൊന്നുമില്ല. അപ്പോൾ ഞാനിതെല്ലാം ചേഞ്ച് ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചാൽ
വന്നു കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും കുറച്ച് നേരം ഇരുന്ന് പഠിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ കുറച്ചധികം നേരം ആയില്ലോ. അപ്പോൾ ഒരു 10:30 ആവും. അപ്പോൾ 10:30 ആകുമ്പോൾ പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റാണ് വിരിച്ചു കൊടുക്കുന്നത്. ഇത് കുറേ പണ്ടത്തെ ഒരു ബെഡ്ഷീറ്റാട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് യൂണിക്കോണിൻ്റെ ഒക്കെ ഡിസൈനുള്ളത്. പക്ഷേ ഇപ്പോഴും ഈ ബെഡ്ഷീറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അത് ഫ്ലിപ്കാർട്ടിലുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ബെഡ്ഷീറ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ വാങ്ങി ട്രൈ ചെയ്യാം. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പോളി കോട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള തുണിയാണ്. അതായത് പ്യുവർ കോട്ടൺ അല്ല, കുറച്ച് പോളിസ്റ്റർ മിക്സിംഗ് ഉണ്ട്. പക്ഷേ നമുക്ക് ചൂടെടുക്കുക കാര്യങ്ങളൊന്നുമില്ല, നല്ല സോഫ്റ്റാണ്. ഇത്രയും നാളായിട്ട് അതിന് നൂല് പൊന്തേ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതാണ് എനിക്കിത് ഇഷ്ടപ്പെടാൻ കാരണം. അങ്ങനെ രണ്ടുപേരും റെഡിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഹെയർ ഓയിൽ ഉപയോഗിക്കൽ മാത്രമല്ല, എന്തെങ്കിലും ഫേസ് മാസ്കും കാര്യങ്ങളൊക്കെ ഫേസിലിടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനത്തെയൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ കുറേ നേരം ഇതൊക്കെ ചെയ്തിരിക്കരുത്, കുറച്ച് നേരം പഠിക്കൊക്കെ വേണ്ടേ. അപ്പോൾ ഇവർ രണ്ടുപേരും കലണ്ടർ തന്നെ മാറ്റിയിട്ടില്ല കേട്ടോ. ഓഗസ്റ്റ് മാസത്തെ കലണ്ടർ ഞാൻ ദേ മാറ്റി വെച്ച് കൊടുത്തു. കാരണം ഓഗസ്റ്റ് തുടങ്ങി പിന്നെ ക്ലാസ് ഒന്നും കറക്റ്റ് വരാത്തതുകൊണ്ട് കലണ്ടർ നോക്കണില്ല. അങ്ങനെ സമയം 10:30 മണിയായി. രണ്ടുപേരും പഠിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഇസ പഠിക്കുന്നത് ഹിന്ദിയാണ്, റോസും പഠിക്കുന്നത് ഹിന്ദി തന്നെയാണ് കേട്ടോ. പലരും ചോദിച്ചിരുന്നു എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ പഠനവും കാര്യങ്ങളൊക്കെയെന്ന്. അപ്പോൾ ഇസ ഈ പ്രാവശ്യം 10th-ലാണല്ലോ, റോസും ആണെങ്കിൽ 6th-ലും. ഇസയുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ സബ്ജക്ട്സും ഏകദേശം ഒരുപോലെയുള്ളൊരു ഫീലാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാം പഠിക്കുമ്പോൾ ചിലത് ടഫ്, ചിലത് ഈസി അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ വിചാരിക്കാത്തതിനൊക്കെയാണ് മാർക്ക് കുറയണത്. അപ്പോൾ അതുകൊണ്ട് വലിയ ധാരണയില്ല എങ്ങനെയാവുന്ന ഓണപ്പരീക്ഷയൊക്കെ. അതൊന്ന് എഴുതി കഴിഞ്ഞാലാണ് എത്രത്തോളം നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. റോസൂനാണെങ്കിൽ സോഷ്യലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ട് പഠിക്കാനായിട്ട്. നല്ല ടഫുണ്ട്, നന്നായിട്ടിരുന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 ക്ലാസ്സിലും അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പരീക്ഷ കഴിഞ്ഞാലാണ് എക്സാക്ട്ലി നമ്മൾ പഠിച്ചതൊക്കെ കറക്റ്റാണോ എന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ സമയം ഇപ്പോൾ 12:15. അപ്പോൾ നമ്മുടെ പഠനവും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മുകളിൽ പോയിട്ട് തുണികൾ വാഷ് ചെയ്തിട്ട് ഇതൊക്കെ എടുത്തിട്ട് വന്നു. അത് കഴിഞ്ഞതെല്ലാം മടക്കി അൽമാരയിലോട്ട് വെക്കുകയാണ്. കാരണം ഇന്ന് മൊത്തത്തിൽ റൂം ക്ലീൻ ആയതുകൊണ്ട് ഇന്ന് കൃത്യമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാം ചെയ്യാണ്. കാരണം ഇനി അടുത്ത ആഴ്ചക്കുള്ളത് ഇനി അടുത്ത ആഴ്ചയ്ക്ക് കൂട്ടി വെക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഇത് ഫുള്ളാക്കാം. അത് കഴിഞ്ഞ് ബാക്കി വരുന്നതൊക്കെ അടുത്ത ആഴ്ച നമുക്ക് ഫുള്ളായിട്ട് മടക്കി വെക്കാമെന്ന് വെച്ചിട്ട് അവരെല്ലാം മടക്കി. അങ്ങനെ അത് കഴിഞ്ഞത് അവരുടെ ബ്രേക്ക് ടൈമാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം ഇരുന്ന് ഫോണിൽ എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മഴയായതുകൊണ്ട് പിന്നെ പുറത്തേക്ക് പോയിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പുറത്തേക്ക് പോണേൽ ഇഷ്ടം ഈ അകത്തിരുന്ന് ഫോൺ നോക്കലാണല്ലോ. അപ്പോൾ എന്തായാലും റോസു ഇരുന്ന് ഗെയിം കളിക്കുന്നു. ഇസ ഇരുന്നത് മീഷോയിലിരുന്ന് ഓരോ പ്രൊഡക്ട്സൊക്കെ നോക്കുകയാണ്. റോസുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിം ഞാൻ എപ്പോഴും പറയാറില്ലേ, അവതാർ വേൾഡാണ്. കുറേ വേറെ ഗെയിമൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും ഇഷ്ടം ഇതാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വീടൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഇതേ കുഞ്ഞൊരു പാവി ഉണ്ടാവും, അതിനെ ഡ്രസ്സപ്പ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാം. കുറേ സ്ഥലങ്ങൾ കാണാം ഇതിൻ്റെ ഉള്ളിൽ കിട്ടുക. അതുകൊണ്ട് അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവളിങ്ങനെ കഥകളൊക്കെ ഉണ്ടാക്കി അതൊക്കെ പറയും. അതിൻ്റെയൊക്കെ ഇങ്ങനെ കഥ പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കലും അതൊക്കെയാണ് അവളുടെ പരിപാടി. ഇസയാണെങ്കിൽ കൂടുതൽ സമയം ഇങ്ങനത്തെ യൂട്യൂബും ഈ പറഞ്ഞ ഇങ്ങനത്തെ മീഷോ ആണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. കാരണം അതിൽ വില ഭയങ്കര കുറവും കുറേ ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാങ്ങലൊന്നുമില്ല അധികം, പക്ഷേ അതൊക്കെ ലിസ്റ്റ് ചെയ്ത് വെക്കും, വല്ല ആവശ്യം വന്നാൽ വാങ്ങാം എന്നുള്ള രീതിയിൽ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും സമയം ഏകദേശം 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ലഞ്ചിൻ്റെ ടൈമായി. എല്ലാവരും ലഞ്ച് ഒരുമിച്ച് കഴിക്കാനായിരുന്നു. അവരെ വിളിച്ച് പിന്നെ അവർ വന്നു. ചിലപ്പോൾ ഫോൺ നോക്കി ഇങ്ങനെ ഇരുന്നാൽ പെട്ടെന്ന് ഇങ്ങനെ വരില്ല കേട്ടോ. കാരണം അതിലിങ്ങനെ ഇൻട്രസ്റ്റ് ആയാലേ. അങ്ങനെ ലഞ്ചിന് നമുക്കിന്ന് പരിപ്പും കുമ്പളങ്ങയും പിന്നെ ചക്കക്കുരു ഉപ്പേരി, മീൻ വറുത്തത് ഇതായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ ന്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞത് കുറച്ച് നേരം അവർ സംസാരിച്ചിരിക്കുകയാണ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട്. അത് അതിൽ വെള്ളത്തിലിട്ട പൊന്തി നിൽക്കും. ഭയങ്കര വീച്ചുള്ളതാ. പക്ഷെ വെള്ളം നന്നായിട്ട് നമുക്ക് അതിൽ വെള്ളത്തിൽ ഇടാം. അങ്ങനെ ആ സാധനം ആൾക്കാരും ചെയ്തു. ആൾക്കാർക്ക് ഇത്രയ്ക്ക് വെള്ളമുള്ളൂ. പക്ഷെ ഈ അമ്മമ്മേനെ അങ്ങനെ ഇത്ര വെള്ളത്തിൽ നടത്തി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ആൾക്കാർ ഇതിന് പിടിച്ച് തള്ളി കൊണ്ടുപോയിട്ട് അമ്മമ്മയുടെ ഉള്ളിൽ വരുന്നതാണ് പറഞ്ഞു. അങ്ങനെ ചെയ്തു. ഇത് വലിച്ചു ആൾക്കാരെ വേറെ സാധനമൊക്കെ വീട്ടിൽ വരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും 2018-ലുണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നത്. കാരണം അന്നത്തെ സമയത്ത് അവർ ചെറുതായതുകൊണ്ട് അവർക്ക് അത്രയ്ക്ക് അങ്ങനെ ഓർമ്മയില്ല. അപ്പോൾ അവർ ഇങ്ങനെ മഴ വരുന്ന സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചേട്ടൻ ആ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. റോസിന് ഒട്ടും ഓർമ്മയില്ല. ഇസയ്ക്ക് കുറച്ച് ഈശൊക്കെ ഓർമ്മയുണ്ട്, എന്നാലും ഭയങ്കരമായിട്ട് ഓർമ്മ ഇങ്ങനെ ഇല്ല. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നവർ ഉച്ചയ്ക്കത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ ആ പാത്രങ്ങളൊക്കെ അവർ കഴുകിത്തരും. ഞാൻ പറയുമ്പോൾ അവർ കഴുകിത്തരും. കാരണം ആർക്കും പണികളൊന്നും വലിയ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ റോസ് ആണെങ്കിൽ കുറച്ച് മൂഡ് ഓഫ് ആയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ നന്നായിട്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യങ്ങളൊക്കെ. ആ സമയത്താണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അവൾക്ക് ഇഷ്ടമായില്ല. അപ്പോൾ അതുകൊണ്ട് അവൾ പറയുകയാണ് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പരാതി പറയുകയാണ്. ഞാൻ പറഞ്ഞു ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പൊക്കോ അമ്മേനെ, കുഞ്ഞൊരു സഹായമല്ലേ. പിന്നെ പണി ചെയ്ത് തുടങ്ങിയാൽ കുഴപ്പമില്ല കേട്ടോ. പണി ചെയ്യുന്നവരെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, ഒരു ഇറിറ്റേഷൻ എല്ലാവർക്കും ഉണ്ടാവില്ല. ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് പെട്ടെന്ന് വിളിച്ചിട്ട് വന്നാൽ എനിക്കായാലും വിഷമം.
റോസും ആണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആ കഥയുടെ ബാക്കി കേൾക്കാനായിട്ട് പോയി ആ പണികളൊക്കെ കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവൾ വന്നിട്ടുണ്ടായിരുന്നത്. ഈസി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ടീച്ചേഴ്സ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ബുക്കിൽ ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആൻസർ ചെയ്യാനിരിക്കുകയാണ്. റോസും ആണെങ്കിൽ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വന്ന് പിന്നെ ഒന്നും ചെയ്യാനില്ല, എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് കിടക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഈ ഹിന്ദിയുടെ വല്ല മോർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ ചെയ്തോളാനൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾക്ക് എന്തോ അപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. അപ്പോൾ അവൾ പറഞ്ഞു ഞാനെന്നാൽ കുറച്ച് നേരം ക്രോഷ്യ ഇരുന്ന് ചെയ്യട്ടെ, അത് കുറച്ച് നേരമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കത് ബോറടിക്കുമ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യാമെന്ന്. അപ്പോൾ റോസൂനാണെങ്കിൽ ഇങ്ങനെ ഓപ്ഷൻസ് കൊടുക്കണം എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഓപ്ഷൻസ് കൊടുത്താൽ ആളെന്തെങ്കിലുമൊക്കെ അവളുടെ ഇഷ്ടത്തിന് പിന്നെ ചിലപ്പോൾ കണ്ടുപിടിക്കും. ഇല്ലെങ്കിൽ അവൾ പറയും എനിക്കിത് ഇഷ്ടമല്ലാന്ന്. ഈസി ആണെന്നുണ്ടെങ്കിൽ അവൾക്കൊരു ടൈമിങ്ങും അത് ഇഷ്ടമൊക്കെ ഉണ്ട്, അതനുസരിച്ചാണ് പോവുക. അല്ലാതെ ഞാൻ പറയണ പോലെ എല്ലാം അങ്ങനെ ചെയ്യാൻ അവൾക്ക് ഇഷ്ടമില്ല. റോസും ഇങ്ങനെ എപ്പോഴും വന്ന് ചോദിക്കും ഇത് വേണോ അത് ചെയ്യണോ എന്നൊക്കെ വന്ന് വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ക്രോഷ്യ ചെയ്യാന്ന് വെച്ചാൽ അവൾക്ക് ചെറിയ പൂക്കൾ ഉണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയല്ലോ കേട്ടോ. വലിയ വലിയ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഇതിങ്ങനെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അതേ നീളത്തിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ എന്താ സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വഴിയെ അവൾ പറയാമെന്നാണ് പറഞ്ഞത്. ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുന്നതനുസരിച്ച് നമ്മൾ ആ ബുക്കിൻ്റെ ഉള്ളിൽ അവൾ ടിക്കിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ചായ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളപ്പോൾ ഞാൻ ഇത്തിരി കഴിഞ്ഞാൽ എന്തെങ്കിലും ചായക്ക് സ്നാക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതുണ്ടാക്കുന്ന നേരം കൊണ്ട് ഒരു ബിസ്ക്കറ്റും ചായയും കൂടിയിട്ട് ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് റോസ് പറഞ്ഞു ബോറടിക്കുന്നു എന്ത് ചെയ്യും, അപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല, നല്ല മഴയാണ്, വേറെന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ആൾ നടക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കുറേ കളറിങ് ബുക്ക് അവിടെ ചെറുപ്പത്തിലത്തെ എടുക്കുന്നുണ്ട് ഉപയോഗിക്കാണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ എടുത്തൊന്ന് കളർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. അവൾക്ക് കളറിങ് അത്ര ഇഷ്ടമൊന്നുമല്ല, ഡ്രോയിങ് ഒന്നും. വരയ്ക്കൊക്കെ ചെയ്യും പക്ഷേ ഇൻട്രസ്റ്റ് അല്ല. അപ്പോൾ ഈസ പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെ കളർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കമ്പനിക്ക് അവളും ഇരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാനും വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് കളറിങ്ങിന് ഇരിക്കുകയാണ്. കാരണം അവൾക്ക് എപ്പോഴും ബോറടിയാണ്. ബുക്ക് വായിക്കാൻ കൊടുക്കുമ്പോൾ കുറച്ച് നേരം വായിക്കും പിന്നെ ബോറടിച്ചു. ഏറ്റവും രസം ഫോണാണല്ലോ, അതല്ലാത്ത ബാക്കി എല്ലാ കാര്യം ബോറിങ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിരുന്നത് ഈ കളറിങ്ങും കാര്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസയാണെങ്കിൽ പിന്നെ ക്രാഫ്റ്റും അതൊക്കെ ഇഷ്ടമാണ്. ഫ്രീ ടൈമിൽ ഫോൺ മാത്രമല്ല അങ്ങനെയൊക്കെ കുറേയും കൂടി ഇഷ്ടമാണ്. പക്ഷേ റോസുവിന് കുറേ അങ്ങനെ അറിയില്ല എന്താണ് ഫ്രീ ടൈമിൽ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അവളതൊക്കെ ചെയ്തോളും. അപ്പോൾ അങ്ങനെ ഇരുന്ന് കളറിങ് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കളർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. റോസ് ആണെങ്കിൽ ഒരു ഡൈനോസോർ, ഇസയാണെങ്കിൽ നമ്മുടെ പിക്കാച്ചു, ഞാൻ ഒരു ഓറഞ്ച് ഒരു സ്ട്രോബെറിയുടെ പടം എളുപ്പപ്പണിയുള്ളത് മാത്രം ഞാൻ കളർ ചെയ്ത് വെച്ചു. അങ്ങനെ കളറിംഗ് ഒക്കെ കഴിഞ്ഞ് സമയം 5 മണിയായി. അപ്പോൾ ഇസക്കിനി പഠിക്കണം. അപ്പോൾ ഇസ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ സ്റ്റഡി വ്ളോഗ് ചെറുതൊക്കെ എടുത്ത് കാണും കേട്ടോ, ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട്. ചിലപ്പോൾ അതിങ്ങനെ കണ്ടിരുന്ന് പഠിക്കുന്ന കാര്യം മറന്നു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നോക്കിയിരുന്ന് പഠിക്കാണ്ട് വീഡിയോ കണ്ടിരുന്നിട്ട് വലിയ കാര്യമില്ല, അപ്പോൾ അത് മാറ്റി വെച്ച് വേഗം പഠിച്ചോളാൻ പറഞ്ഞു. എക്സാം വരണ കാരണേ ഇപ്പോഴേ പഠിച്ചൊന്നും തുടങ്ങിയില്ലെങ്കിൽ പോർഷൻസ് പോലും കഴിയില്ല, അത്രയധികം പഠിക്കാനുണ്ട്. അപ്പം അങ്ങനെ ഹിന്ദിയുടെ ബാക്കിയൊക്കെ ഇരുന്ന് ഓരോന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, അതൊക്കെ എടുത്ത് കണ്ട് റെഫർ ചെയ്യാം. അതൊക്കെ കുറേ കണ്ടിരുന്നിട്ട് കാര്യമില്ല കേട്ടോ, നമ്മളതൊക്കെ എഴുതി ട്രൈ ചെയ്ത് നോക്കണം. റോസ് ആണെങ്കിൽ ഇപ്പോൾ പഠിക്കാനിരിക്കുന്നില്ല. അവൾ പറഞ്ഞു ഈ കളറിൻ്റെ ബോക്സ് ഉണ്ടല്ലോ വലുത്, അതിൻ്റെ കളറെല്ലാം അറേഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ ഇതിൽ എല്ലാ കളറിൻ്റെയും പല പല ഷെയ്ഡുകളുണ്ട്. അപ്പോൾ അതെല്ലാം അങ്ങനെ ഓർഡറിലായിരുന്നു നമുക്ക് വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിച്ച് അത് തോന്നിയ പോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് ഇങ്ങനെയായി. അപ്പോൾ ഇടയ്ക്കൊക്കെ റോസ് കൊടുത്തത് ഇങ്ങനെ ഒതുക്കും. അപ്പോൾ ഇന്ന് ദേ റോസ് ഒതുക്കുകയാണ്. അന്ന് അവൾ എഴുതി വെച്ചൊരു ലിസ്റ്റാണ് കേട്ടോ, അതിലെല്ലാ കളേഴ്സിൻ്റെ പേരും കളറും നമ്പറും ഒക്കെ. അപ്പോൾ അവൾ പറഞ്ഞു ഇതൊന്നും കൂടി നമുക്ക് വൃത്തിയാക്കണം, അത് കഴിഞ്ഞിട്ട് അതിലെ കളറിൻ്റെ പേരൊക്കെ എഴുതി സെറ്റാക്കണം എന്ന് പറഞ്ഞിട്ട് അവളത് ഒതുക്കുകയാണ്. അപ്പോൾ ഈ കളർ ഞാൻ ഒരുപാട് നാൾ മുമ്പ് വാങ്ങിയതാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഇതിൽ കുറേ എണ്ണത്തിൻ്റെയൊക്കെ മഷിയൊക്കെ കഴിഞ്ഞു തുടങ്ങി. എന്നാലും ഇത് കാണാൻ നല്ല രസമായതുകൊണ്ട് ഇങ്ങനെ നമ്മൾ വെച്ചിരിക്കുകയാണ് അതിൽ കളയാണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ പക്കോട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഈ ഒരു സ്നാക്ക്. അപ്പോൾ ഇത് മഴ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അത്യാവശ്യം എരിവുണ്ട്, നല്ല ചൂടോടുകൂടി കഴിക്കാം. കട്ടൻ ചായയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഞാൻ ഉണ്ടാക്കി ഇതേ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പഠിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് കഴിക്കാനായിട്ടാണ്. അപ്പോൾ സമയം ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ചട്നി എടുക്കാം, ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ആയാലും മതി. അപ്പോൾ അതാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇവിടെ ഈ ഒരു സിനിമ വെച്ചിട്ടുണ്ട്, ഒരു ത്രില്ലർ മൂവിയായിരുന്നു. അപ്പോൾ സസ്പെൻസൊക്കെ ഉള്ള സിനിമ ആയതുകൊണ്ട് കുറച്ച് നേരം ഇരുന്നത്, സിനിമയല്ല സീരീസ് ആയിരുന്നു, അത് കാണാനായിട്ടിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ ഇരുന്നു. അത് ഫുള്ളൊന്നും അവർ കാണാതിരിക്കാറില്ല, കാരണം അത് കാണാതിരുന്നാൽ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ, പിന്നെ അത് ബാക്കി മുഴുവൻ കാണണം. അവർക്കാണെങ്കിൽ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സ്നാക്കൊക്കെ കഴിച്ച ശേഷം കുറച്ച് നാരങ്ങ വെള്ളം അവൾ എല്ലാവർക്കും ഉണ്ടാക്കി കൊണ്ടുവന്നു. അങ്ങനെ നമ്മുടെ നാരങ്ങ വെള്ളവും സ്നാക്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ദേ റോസ് വന്നിട്ട് അവളുടെ കളറിങ് ബോക്സിൻ്റെ അതിൻ്റെ ഒതുക്കൽ ഫുള്ളും കംപ്ലീറ്റ് ആക്കി. ഇതുപോലെ എല്ലാം ഓർഡറിലാക്കി കളർ ഷെയ്ഡ് അനുസരിച്ച് കണ്ടില്ലേ. പിന്നെ ആ കളറുകളെല്ലാതും അതിൻ്റെ നമ്പറും കളറും കൂടി അങ്ങനെ എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് കളറാണ് വേണ്ടത് ആ നമ്പർ നമുക്ക് എടുക്കാം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നു. കുറച്ചധികം സമയം പണിയെടുത്തെങ്കിലും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും ഫ്രഷൊക്കെ ആയിട്ട് വന്നു. സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞു.
അങ്ങനെ സമയം 7 മണി കഴിഞ്ഞു. നമുക്ക് പഠിക്കുന്ന സമയത്തില്ലേ എന്തെങ്കിലുമൊക്കെ ആപ്പുകൾ കാരണം ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണിത്. റീഗെയിൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇതുപോലത്തെ വേറെ കുറേ ആപ്പ് ഉണ്ട് കേട്ടോ. ഇതാണ് റോസുവിന് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര മണിക്കൂർ പഠിക്കണം എന്നൊക്കെ ടൈമർ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബ്രേക്കുകൾ എടുക്കണമെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ 2 ടൈം ബ്രേക്ക് എടുക്കണമെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്യാം. അതിൻ്റെ ടൈം സെറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആപ്പുകൾ ബ്ലോക്ക് ചെയ്ത് വെക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഇപ്പോൾ മീഷോ അല്ലെങ്കിൽ ആമസോൺ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ബ്ലോക്ക് ചെയ്യാനുമുള്ള ഓപ്ഷൻ ഈ ആപ്പിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. റോസും അങ്ങനെയൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ യൂട്യൂബിലിരുന്ന് ക്ലാസ് കാണുമ്പോൾ കാര്യമൊന്നുമില്ല. കാരണം യൂട്യൂബിൽ ക്ലാസ് കാണുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൽ വേറെ എന്തെങ്കിലും വീഡിയോ ഒക്കെ നോക്കാൻ നമുക്ക് ആഗ്രഹം തോന്നും. അപ്പോൾ അത് നമ്മുടെ മനസ്സിന് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ മാത്രം ആ സമയത്ത് ഫോൺ യൂസ് ചെയ്യുക. അതിപ്പോൾ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ആപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ച് പഠിക്കുന്നതിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും റോസു ദേ ഹിന്ദി ആയിരുന്നല്ലോ പഠിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ എൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് അതിരുന്ന് കണ്ട് പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചേച്ചിയും അതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ പിന്നെ റോസും ചോദിക്കുമല്ലോ. അപ്പോൾ പിന്നെ പ്രശ്നമായി. അപ്പോൾ പിന്നെ 2 ആൾക്കും കൊടുക്കണ്ടേ. അപ്പോൾ വൈകുന്നേരം ആയാൽ പിന്നെ കുറച്ച് നേരം ഇതിലെന്തെങ്കിലുമൊക്കെ ഇരുന്നിങ്ങനെ കാണും. എന്നിട്ട് അതൊക്കെ ആൻസറിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. ഫോൺ എന്താ പഠിക്കാൻ കൊടുക്കുമ്പോഴത്തെ അല്ലെങ്കിൽ പഠിക്കാൻ കിട്ടുമ്പോഴത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ പലപ്പോഴും ഫോൺ തന്നെ നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് മാറും. അതാണ് ഫോണിൻ്റെ ഒരു പ്രശ്നം. പഠിക്കുന്ന ഫോക്കസ് നമുക്ക് പലപ്പോഴും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പം അങ്ങനെ പഠിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സമയം 7:45 കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഞാൻ അവർക്ക് കൊടുത്തു. ഇതേ ഒരു കുഞ്ഞ് മിഠായി. അപ്പോൾ ഇന്ന് നല്ല കുട്ടികളായിട്ട് പഠിച്ചതിനുള്ള സമ്മാനമാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ മിഠായിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവർ 2 പേരും പറഞ്ഞു കുറച്ച് നേരം ഒന്ന് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞിട്ട് 2 ആളും കൂടി ഡാൻസ് കളിക്കുകയാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫ്രീ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പാട്ട് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഷോർട്സിലെ വീഡിയോസൊക്കെ കണ്ടനുസരിച്ചൊക്കെ ഡാൻസ് കളിക്കും. അങ്ങനെ സമയം 8 മണിയായപ്പോൾ ഞങ്ങൾ പ്രയർ എത്തിക്കാനായിട്ട് വന്ന സമയമാണ്. പ്രാർത്ഥനയുടെ സമയത്ത് വന്നപ്പോഴാണ് പറയണത് തൃശ്ശൂർ ജില്ലയ്ക്കും കൂടി നാളെ അവധിയാണെന്ന്. അപ്പോൾ അങ്ങനെ 5 ജില്ലകൾക്ക് അവധി പറഞ്ഞതിൽ പിന്നെ 6 ജില്ലയാക്കിയപ്പോൾ നമുക്കും കൂടി അവധിയാണ്. അവധി കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിന് അവധി കിട്ടുമ്പോൾ വലിയ രസമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കംഫർട്ടബിളായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്ക് തൃശ്ശൂർ ജില്ലയാണെങ്കിൽ പോലും നമ്മുടെ ഏരിയയിൽ അങ്ങനെ ദൈവം അനുഗ്രഹിച്ച പ്രശ്നമില്ല. പക്ഷേ മറ്റ് ഏരിയാസിൽ ഒരുപാട് സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട്. ഈ മഴ നിന്നാലാണ് അവർക്കൊരു കംഫർട്ടും കാര്യം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവധി വലിയ സുഖമുള്ള അവധിയല്ല. ഇത് വേഗം ഈ മഴയിൽ നിന്ന് നിൽക്കാൻ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും സമയം 8:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിച്ചണിൽ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത ദിവസം ക്ലാസ്സും കാര്യങ്ങളില്ല. പിന്നെ അത് മാത്രമല്ല അവർ ട്യൂഷൻ എക്സാം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ ദിവസം ഹിന്ദി ഇരുന്ന് മൊത്തം പഠിച്ചത്. അപ്പോൾ അടുത്ത ദിവസം ഇനി വേറെ എക്സാം വെച്ചിരിക്കണം. അപ്പോൾ അതിരുന്ന് ഇനി വീണ്ടും പഠിക്കണം. ഓരോ ദിവസം ഓരോ എക്സാമിന് പഠിക്കും. അത് ഈ പറഞ്ഞ പോലെ അവധിയാകുമ്പോൾ ആ പരീക്ഷ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത ദിവസം അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കുക. ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇസ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം വാഷ് ചെയ്ത് വെച്ചു. റോസു കുറേയൊക്കെ എടുത്തു വെച്ചു. ചില പാത്രങ്ങളൊന്നും വെക്കാൻ സ്ഥലം അവൾക്ക് അറിയില്ല. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു വെച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ അവർക്ക് പഠിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അടുത്ത ദിവസം മുടക്കാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു ഇതൊക്കെ നാളെ പഠിക്കുക, ഇനിയിപ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അവർ 2 പേരും ഞങ്ങളിവിടെ ദേ ടി വിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ദേ ഒരു പായൊക്കെ വിരിച്ച് ഇവിടെ വന്ന് കംഫർട്ടബിളായിട്ട് കിടക്കുകയാണ്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഇവർ കിടക്കണം എനിക്ക് അതൊക്കെ ഓർമ്മ വരും കേട്ടോ. അപ്പോൾ സിനിമ അവർ ഫുള്ള് ആദ്യം തൊട്ട് കാണാത്ത കാരണം അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല അത് കാണാൻ. അപ്പോൾ അവർ 2 പേരും കൂടി ഫോണിലിരുന്ന് ഒരുമിച്ച് എന്തോ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്തായാലും അവധി ദിവസത്തെ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഇത് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.